എല്ലാവർക്കും ആത്മനമസ്കാരം. ശ്രീമൻ നാരായണീയം ദശകം 19 പ്രചേതസ്സുകളുടെ കഥ. ഇതിന്റെ കഴിഞ്ഞ ഭാഗത്തിൽ പ്രചേതസ്സുകളുടെ ജനനത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കി. പൃഥു ചക്രവർത്തിയുടെ പൗത്രനായ ഹവിർധാനന്റെ പുത്രൻ പ്രാചീന ബർഹിസ്. ഈ ബർഹിസിന് ജനിച്ച 10 പുത്രന്മാരാണ് പ്രചേതസ്സുകൾ എന്നറിയപ്പെടുന്നത്. ഇവർക്ക് പിതാവിന്റെ ആഗ്രഹം പ്രജാസൃഷ്ടി നടത്തണമെന്നായിരുന്നു. പക്ഷെ അവർക്ക് അതിനോട് താല്പര്യമുണ്ടായിരുന്നില്ല. അങ്ങനെ ഭഗവാനെ തപസ് ചെയ്യാനായിട്ട് അവര് പറ്റിയ ഒരു സ്ഥലവും അന്വേഷിച്ചു പുറപ്പെട്ടു. ആ യാത്രയിൽ പടിഞ്ഞാറേ കടൽക്കരയിൽ എത്തിയപ്പോൾ അതിവിശിഷ്ടമായ ഒരു താമരപ്പൊയ്ക അവർ കണ്ടു. ആ താമരപ്പൊയ്കയുടെ സമീപത്ത് അവർ നിൽക്കുമ്പോൾ അവിടെ ശ്രീ പരമേശ്വരൻ വന്ന് അവർക്ക് ഒരു ഭഗവാനെ കുറിച്ചുള്ള ഒരു സ്തോത്രം പ്രചേതസ്സുകൾക്ക് ഉപദേശിച്ചു കൊടുത്തു. അതാണ് രുദ്രഗീതം എന്ന പേരിൽ അറിയപ്പെടുന്നത്. പിന്നീട് ഈ ഒരു രുദ്രഗീതം ജപിച്ചുകൊണ്ട് പ്രചേതസ്സുകൾ 10,000 സംവത്സരം ഭഗവാനെ അവിടെ തപസ്സു ചെയ്തു എന്നാണ് പറയുന്നത്. പ്രചേതസ്സുകളുടെ തപസ്സിന്റെ ആ ഒരു തപസ്സിന്റെ ശക്തിയാൽ, ആ തപശക്തിയാൽ അവരുടെ പിതാവായ പ്രാചീന ബർഹിസ് ചെയ്ത പാപങ്ങൾ പോലും ഇല്ലാതായിട്ട് പിതാവ് പോലും ശുദ്ധീകരിക്കപ്പെട്ടു എന്നാണ് പറയുന്നത്. അങ്ങനെ ആ സമയം നാരദ മഹർഷി അവിടെ ആഗതനാവുകയും എന്നിട്ട് പ്രാചീന ബർഹിസിന് ആത്മതത്വം ഉപദേശിച്ചു കൊടുക്കുകയും ചെയ്ത് അങ്ങനെ അദ്ദേഹം കപിലാശ്രമത്തിൽ ചെന്ന് തപസ് ചെയ്ത് ഭഗവത് സാരൂപ്യം പ്രാപിച്ചു. അങ്ങനെ പ്രചേതസ്സുകളുടെ ബലത്താൽ, അവരുടെ തപസ്സിന്റെ മാഹാത്മ്യത്താൽ പിതാവായ പ്രാചീന ബർഹിസിന് പോലും ഭഗവത് സാരൂപ്യം നേടാൻ സാധിച്ചു എന്നാണ് പറയുന്നത്. ഇത്രയും ഭാഗമാണ് നമ്മൾ കഴിഞ്ഞ ഭാഗത്തിൽ പറഞ്ഞു നിർത്തിയത്. ഇനി ഈ ഒരു ദശകം 19 6ാമത്തെ ശ്ലോകം. കൃപാബലേനൈവ പുരപ്രചേതസാ പ്രകാശമാകാ പദഗേന്ദ്രവാഹനാ വിരാജി ചക്രാദിവരായുധാം ശുഭേ ഭുജാഭിരഷ്ടാഭിരുദഞ്ചിദ്യുതി. കൃപാബലേന ഏവ പുരഃ പ്രചേതസാം പ്രകാശം ആഗാഃ പദഗേന്ദ്രവാഹനഃ വിരാജി ചക്രാദി വര ആയുധാംശുഭിഃ ഭുജാഭി അഷ്ടാഭി ഉദഞ്ചിത ദ്യുതിഃ. അതായത് തപസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രചേതസ്സുകളുടെ മുമ്പിൽ ഭഗവാൻ ഗരുഡാരൂഢനായി പ്രത്യക്ഷപ്പെട്ടു എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. കൃപാബലേന ഏവ, കാരുണ്യത്തിന്റെ ശക്തിയാൽ, ഭഗവാന് പ്രചേതസ്സുകളോട് തോന്നിയ ആ കാരുണ്യം കൊണ്ട്, ആ കാരുണ്യത്തിന്റെ ശക്തിയാൽ പ്രചേതസ്സുകളുടെ പുരഃ മുൻപിൽ പദഗേന്ദ്രവാഹനഃ ഗരുഡാരൂഢനായിട്ട് വിരാജി ചക്രാദി വര ആയുധാംശുഭിഃ, ചക്രം മുതലായ ആയുധങ്ങളുടെ രശ്മികൾ പ്രകാശിച്ചു കൊണ്ടിരിക്കുന്ന, അതായത് ഭഗവാന്റെ കൈകളിലെ ചക്രം മുതലായ സുദർശന ചക്രം മുതലായ ആയുധങ്ങളുടെ പ്രകാശത്താൽ ജ്വലിച്ചു കൊണ്ടിരിക്കുന്ന അഷ്ടാഭി ഭുജാഭിഹി, 8 കൈകൾ കൊണ്ട് ഉദഞ്ചിത ദ്യുതിഹി, വർദ്ധിച്ച ശോഭയോടുകൂടി പ്രകാശം ആഗാഹ, ഭഗവാനെ നിന്തിരുവടി അങ്ങ് ആ പ്രചേതസ്സുകളുടെ മുന്നിൽ പ്രത്യക്ഷനായല്ലോ എന്ന്. പ്രചേതസ്സുകളുടെ ആഗ്രഹം കൊണ്ടല്ല ഭഗവാൻ അവരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടത്. ഭഗവാൻ അവരോട് തോന്നിയ കാരുണ്യം കൊണ്ടാണ്. അവർക്ക് അങ്ങനെ ഭഗവാനെ പ്രത്യക്ഷപ്പെടണം, എന്തെങ്കിലും ആഗ്രഹം സാധിക്കണം എന്നൊന്നുമില്ല. അവർക്ക് ഇങ്ങനെ ഭഗവാനെ തപസ് ചെയ്ത് ഭജിച്ചുകൊണ്ട് കഴിഞ്ഞുകൂടുന്നതിലാണ് സന്തോഷം. അതായത് ഒരു ഭഗവത് ഭക്തനായിട്ട് ജനിക്കുമ്പോൾ കിട്ടുന്ന ആനന്ദം മറ്റൊന്നുകൊണ്ടും കിട്ടില്ല എന്ന് തന്നെയാണ് പ്രചേതസ്സുകൾ ഇവിടെ കാണിക്കുന്നത്. ഭഗവത് ഭക്തനായിട്ട്, നിഷ്കളങ്ക ഭക്തനായിട്ട്, കാപട്യമില്ലാത്ത ഭക്തനായിട്ട് ഭഗവാനെ ഇങ്ങനെ ഭജിക്കുമ്പോൾ കിട്ടുന്ന ആനന്ദം, അത് വേറെ ഒന്നുകൊണ്ടും തരാൻ പറ്റില്ല. പ്രചേതസ്സുകൾ ഭഗവാൻ പ്രത്യക്ഷപ്പെടണമെന്നോ അനുഗ്രഹം നേടണമെന്നോ മോക്ഷം കിട്ടണമെന്നോ ഒന്നും ആഗ്രഹിക്കുന്നില്ല. ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ ശരണാഗതി അടഞ്ഞ ആ നിഷ്കളങ്ക ഭക്തനായി ഭഗവാനെ ഭജിച്ചു കഴിഞ്ഞാൽ മാത്രം മതിയെന്ന് ആഗ്രഹിക്കുന്നവരായിരുന്നു. പക്ഷെ ഭഗവാൻ അവരോട് തോന്നിയ കാരുണ്യം കൊണ്ട് ഭഗവാൻ അങ്ങനെ ഗരുഡാരൂഢനായി 8 കൈകൾ കൊണ്ടും വർദ്ധിച്ച ശോഭയോടുകൂടി പ്രകാശിച്ചുകൊണ്ട് അവരുടെ മുന്നിൽ പ്രത്യക്ഷനായി. ശ്ലോകം 7. ചോദിക്കാതെ തന്നെ പ്രചേതസ്സുകൾക്ക് ഭഗവാൻ വരങ്ങൾ നൽകി എന്ന് പറയുന്നതാണ് ഇതിൽ.
പ്രചേതസാം താവദയാചതാമഭി ത്വമേവ കാരുണ്യഭരാദ്വരാനഥാ ഭവദ്വിചിന്താഭി ശിവായ ദേഹിനാം ഭവത്വസൗ രുദ്രനുദിശ്ച കാമദാ. പ്രചേതസാം താവത് അയാചതാം അഭി ത്വം ഏവ കാരുണ്യഭരാത് വരാൻ അദാഹ ഭവത് വിചിന്താ അഭി ശിവായ ദേഹിനാം ഭവതു അസൗ രുദ്രനുദിഹി ച കാമദ. താവത് അപ്പോൾ, അതായത് ഭഗവാൻ പ്രചേതസ്സുകളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് പ്രചേതസ്സുകൾ അയാചതാം അഭി ചോദിച്ചില്ലെങ്കിൽ പോലും ത്വം ഏവ ഭഗവാനെ നിന്തിരുവടിയായ അങ്ങ് കാരുണ്യഭരാത് കാരുണ്യത്താൽ പ്രചേതസ്സുകളോടുള്ള സ്നേഹത്തോടും കാരുണ്യത്താലും വരാൻ അദാഹ അവർക്ക് വരങ്ങളെ ദാനം ചെയ്തു എന്ന്. എന്താണ് ആ വരങ്ങൾ എന്നാണ് ഇനി പറയുന്നത്. ഭവത് വിചിന്ത അഭി, പ്രചേതസ്സുകളെ നിങ്ങളെ മനസ്സിൽ സ്മരിക്കുന്നവരാരാണോ ആ ദേഹിനാം അവർക്ക്, ആ ജനങ്ങൾക്ക് ശിവായ ഭവതു സർവമംഗളങ്ങളും ഭവിക്കട്ടെ, അത് അവരുടെ ശ്രേയസ്സിനായി ഭവിക്കട്ടെ എന്ന്. ഇനി രണ്ടാമത്തെ വരം അസൗ രുദ്രാനുദിഹി ച, നിങ്ങൾ ഏത് രുദ്രഗീതം ജപിച്ചാണോ എന്നെ സംതൃപ്തിപ്പെടുത്തിയത്, ആ രുദ്രഗീതം നിങ്ങളെപ്പോലെ ഭക്തിയോടുകൂടി ആര് ജപിക്കുന്നുവോ അവർക്ക് ച കാമത എല്ലാ അഭിഷ്ടങ്ങളും നൽകുന്നതായി ഭവിക്കട്ടെ. ഈ 2 വരമാണ് അവർക്ക് കൊടുത്തത്. അതായത് ഭഗവാൻ പ്രചേതസ്സുകളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് പ്രചേതസ്സുകൾ ചോദിച്ചില്ലെങ്കിൽ പോലും ഭഗവാൻ അവരോട് തോന്നിയ കാരുണ്യത്താൽ 2 വരങ്ങൾ അവർക്ക് നൽകി. ഒന്ന്, ആരാണ് ഈ പ്രചേതസ്സുകളുടെ കഥ ഭക്തിയോടുകൂടി കേട്ട് മനസ്സിലാക്കി അവരെ, ആ പ്രചേതസ്സുകളെ മനസ്സിൽ സ്മരിക്കുന്നത്, അവർക്ക് സർവമംഗളങ്ങളും ശ്രേയസ്സും ഉള്ളവരായി ഭവിക്കട്ടെ. ഇനി മഹാദേവൻ നൽകി നിങ്ങൾ എന്നെ സ്തുതിച്ച് ജപിച്ച ആ രുദ്രഗീതം നിങ്ങളെപ്പോലെ തന്നെ പ്രചേതസ്സുകളെ പോലെ തന്നെ ഭക്തിയോടുകൂടി ആരാണോ ആ രുദ്രഗീതം ജപിക്കുന്നത് അവർക്ക് ഈ ലോകത്ത് അവരുടെ സർവ്വ ആഗ്രഹങ്ങളും സർവ്വ അഭിഷ്ടങ്ങളും ലഭിക്കുമാറാകട്ടെ, സാധിക്കുകയും ചെയ്യും. ഈ 2 വരങ്ങൾ അവർക്ക് ഭഗവാൻ മഹാവിഷ്ണു നൽകി എന്നാണ് പറയുന്നത്. ശ്ലോകം 8. ഇത് കൂടാതെ വേറെ 2 വരങ്ങൾ കൂടി ഭഗവാൻ പ്രചേതസ്സുകൾക്ക് നൽകി എന്നാണ് ഇവിടെ പറയുന്നത്. അവാപ്യകാന്താം തനയാം മഹീരുഹാം തയാരമധ്വം ദശലക്ഷവത്സരീം സുതോസ്തു ദക്ഷോ നനു തക്ഷണാം ച മാം പ്രയാസ്യതീതി നിഗതോ മുദൈവതാൻ. അവാപ്യ കാന്താം തനയാം മഹീരുഹാം തയാ രമധ്വം ദശലക്ഷ വത്സരീം സുതഃ അസ്തു ദക്ഷഃ നനു തത്ക്ഷണാം ച മാം പ്രയാസ്യത ഇതി ന്യഗതോ മുദാ ഏവ താൻ. മഹീരുഹാം തനയാം, വൃക്ഷങ്ങളുടെ പുത്രിയെ, കാന്താം അവാപ്യ, ഭാര്യയായി സ്വീകരിച്ചിട്ട്, അതായത് ഇവിടെ ഭഗവാൻ പ്രചേതസ്സുകളോട് പറയാണ്, നിങ്ങൾ വൃക്ഷങ്ങളുടെ പുത്രിയെ നിങ്ങളുടെ ഭാര്യയായി സ്വീകരിച്ചിട്ട് തയാ ദശലക്ഷ വത്സരീം, അവളോടുകൂടി 10 ലക്ഷം സംവത്സരം രമധ്വോ, നിങ്ങൾ ഈ ഭൂമിയിൽ രമിച്ചു ജീവിച്ചു കൊള്ളുക. എന്നിട്ട് ദക്ഷഃ സുതഃ അസ്തു, ദക്ഷൻ എന്നൊരു പേരുള്ള ഒരു പുത്രൻ അസ്തു നിങ്ങൾക്ക് ഉണ്ടാകട്ടെ. തക്ഷണാത്, അതിനുശേഷം ഉടനെ തന്നെ നനു മാം പ്രയാസ്യത, നിങ്ങൾ എന്നെ പ്രാപിക്കുകയും ചെയ്യും. ഇതി മുദ, ഇപ്രകാരം വളരെ സന്തോഷത്തോടുകൂടി, മുദാ ഏവ, സന്തോഷത്തോടുകൂടി തന്നെ താൻ ന്യഗതഃ, നിന്തിരുവടി ഭഗവാനെ അങ്ങ് പ്രചേതസ്സുകളോട് അരുളി ചെയ്തു എന്നാണ് പറയുന്നത്. അതായത് ഇവിടെ കണ്ടു എന്ന മഹർഷിക്ക് പ്രമ്ലോജ എന്ന ദേവസ്ത്രീയിൽ ജനിച്ച മാരിഷ എന്ന കന്യകയെ നോക്കി വളർത്തിയത് വൃക്ഷങ്ങളാണ്. ആ വൃക്ഷങ്ങൾ വളർത്തിയ ആ പുത്രിയെ, അവരുടെ പുത്രിയെ, മാരിഷ എന്ന അവരുടെ പുത്രിയെ
വിവാഹം ചെയ്ത് ദീർഘകാലം ഈ ഭൂമിയിൽ സുഖമായി ജീവിക്കാനാണ് ഭഗവാൻ പ്രചേതസ്സുകളോട് പറഞ്ഞത്. അവസാനം അവർക്കൊരു പുത്രൻ ജനിക്കും. അവൻ ദക്ഷൻ എന്ന പേരിൽ അറിയപ്പെടും. അതിനുശേഷം നിങ്ങൾ ഉടനെ തന്നെ ഭഗവത് സായുജ്യം പ്രാപിക്കുമെന്നും അനുഗ്രഹിച്ചിട്ടാണ് ഭഗവാൻ മറഞ്ഞത്. ഈ വരങ്ങളൊന്നും തന്നെ പ്രചേതസ്സുകൾ ഭഗവാനോട് ആവശ്യപ്പെട്ടിട്ട് കൊടുത്തതല്ല, ഭഗവാൻ തന്നെ സന്തോഷിച്ച് അവർക്ക് കൊടുത്തതാണ്. അതായത് ചോദിച്ചു കഴിഞ്ഞാൽ കൊടുക്കുന്നത് സന്തോഷത്തോടു കൂടി ആയിരിക്കണമെന്ന് നിർബന്ധമില്ല. പക്ഷേ ചോദിക്കാതെ തന്നെ കൊടുക്കുന്നതാകയാൽ ഇത് അതീവ സന്തോഷത്തോടെ ആ ഒരു ഭാവത്തിൽ നിന്നുകൊണ്ട് തന്നെയാണ് ഭഗവാൻ പ്രചേതസ്സുകൾക്ക് നൽകിയത് എന്നർത്ഥം. ശ്ലോകം 9. പ്രചേതസ്സുകളുടെ ദാമ്പത്യ ജീവിതം അതെങ്ങനെയായിരുന്നു എന്നാണ് വിവരിക്കുന്നത്. തതശ്ച തേ ഭൂതലരോദിനസ്തരൂൻ ക്രുധാ ദഹന്തോ ദ്രുഹിണേന വാരിതാ ദ്രുമൈശ്ച ദത്താം തനയാമവാപ്യതാം ത്വദുക്തകാലം സുഖിനോ ബിരേമിരേ. തതഃ ച തേ ഭൂതലരോദിനഃ തരൂൻ ക്രുധാ ദഹന്തഃ ദ്രുഹിണേന വാരിതാഃ ദ്രുമൈഃ ച ദത്താം തനയാം അവാപ്യതാം ത്വദുക്തകാലം സുഖിനഃ അഭിരേമിരേ. തതഃ ച അതിനുശേഷമാകട്ടെ, അതായത് ഭഗവാൻ പ്രചേതസ്സുകളെ അനുഗ്രഹിച്ചതിന് ശേഷം തേ ആ പ്രചേതസ്സുകൾ ഭൂതലരോദിനഃ ഭൂമണ്ഡലം മുഴുവൻ മൂടാൻ തരൂൻ തുടങ്ങിയ വൃക്ഷങ്ങളെ, ഭൂതലരോദിനഃ തരൂൻ എന്നുവെച്ചാൽ ഭൂമി മുഴുവൻ മൂടാൻ തുടങ്ങിയ മരങ്ങളെ, ഭൂമി മുഴുവൻ നിറയെ വൃക്ഷങ്ങൾ വന്നു. അത് കണ്ടിട്ട്, അപ്പോൾ ഇവർ ഇത്രയും കാലം തപസ് ചെയ്യുകയായിരുന്നല്ലോ, അതിൽ നിന്നും തിരിച്ചു വന്നപ്പോൾ ഭൂമി മുഴുവൻ മൂടാൻ മാത്രം വൃക്ഷങ്ങൾ നിറഞ്ഞിരിക്കുന്നത് കണ്ടിട്ട് ക്രുധഃ കോപിച്ചിട്ട് ദഹന്തഃ അവരുടെ തപശക്തിയാൽ ആ വൃക്ഷങ്ങളെ ദഹിപ്പിക്കുവാൻ തുടങ്ങിയപ്പോൾ ദ്രുഹിണേന ആ ബ്രഹ്മാവ് വാരിതഃ അതിനെ ആ കർമ്മത്തെ ആ ബ്രഹ്മാവ് തടഞ്ഞു. ദ്രുമൈഹി അപ്പോൾ അതിൽ സന്തോഷിച്ചപ്പോൾ ഇവർ ആ വൃക്ഷങ്ങളെ ദഹിപ്പിക്കുന്നത് നിർത്തിയപ്പോൾ വൃക്ഷങ്ങൾക്ക് സന്തോഷമായി. അങ്ങനെ ദ്രുമൈഹി ആ മരങ്ങൾ ദത്താം എന്ന് വെച്ചാൽ കൊടുത്തു, താം തനയാം അവരുടെ മകളായ മാരിഷ എന്ന അവരുടെ പുത്രിയെ അവാപ്യ അതായത് ഈ പ്രചേതസ്സുകൾക്ക് വിവാഹം ചെയ്തു കൊടുത്തു എന്നാണ് പറയുന്നത്. അതിനുശേഷം ത്വദുക്തകാലം ഭഗവാനെ അങ്ങ് പറഞ്ഞ അത്രയും കാലം സുഖിനഃ സുഖമായിട്ട് അഭിരേമിരേ ച കഴിഞ്ഞുകൂടുകയും ചെയ്തു എന്നാണ് പറയുന്നത്. ഭഗവാൻ വരങ്ങൾ നൽകി മറഞ്ഞതിന് ശേഷം പ്രചേതസ്സുകൾ വെള്ളത്തിൽ നിന്നും കയറി നോക്കിയപ്പോൾ, തപസ് നിർത്തി വെള്ളത്തിൽ നിന്നും പുറത്തു വന്നപ്പോൾ ഭൂമി മുഴുവൻ മരങ്ങൾ നിറഞ്ഞ കാടാവുന്ന കാഴ്ചയാണ് കണ്ടത്. പ്രാചീന ബർഹിസ് അവരുടെ പിതാവ് ഭഗവത് സാരൂപ്യം പ്രാപിക്കുകയാൽ ഭൂമിയെ രക്ഷിക്കാൻ ആരുമില്ലാതെ വന്നതാണ് അതിന് കാരണമായത്. ഉടനെ തന്നെ പ്രചേതസ്സുകൾ കോപിച്ച് വായിൽ നിന്ന് കാറ്റും തീയും സൃഷ്ടിച്ച് മരങ്ങളെയെല്ലാം ചുട്ടുകളയുവാൻ തുടങ്ങി. അത് തുടർന്നാൽ ഏറെ താമസിയാതെ ഭൂമിയിൽ ഒരൊറ്റ മരവും ഇല്ലാതാവുമെന്ന് ഭയപ്പെട്ട് ബ്രഹ്മാവ് വന്ന് പ്രചേതസ്സുകളെ ആ സാഹസകൃത്യത്തിൽ നിന്നും വിലക്കി, അങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞു. അങ്ങനെ പ്രചേതസ്സുകൾ ആ കർമ്മം നിർത്തി. അങ്ങനെ രക്ഷപ്പെട്ട് ബാക്കിയുള്ള മരങ്ങൾ തങ്ങളുടെ മകളായ മാരിഷയെ പ്രചേതസ്സുകൾക്ക് വിവാഹം ചെയ്തു കൊടുത്തു. ഈ മാരിഷയുടെ അമ്മയായിട്ടുള്ള പ്രമ്ലോജ വനത്തിൽ ഉപേക്ഷിച്ചു പോയ മകളാണ് മാരിഷ. അതുകൊണ്ട് മാരിഷയെ വനപുത്രി എന്നും വിളിക്കുന്നുണ്ട്. അങ്ങനെ ഭഗവാൻ മുമ്പ് വരം നൽകി അനുഗ്രഹിച്ചതുപോലെ 10 ലക്ഷം സംവത്സരം കാലം പത്നിയോടുകൂടി ഈ പ്രചേതസ്സുകൾ സുഖമായി ഭൂമിയിൽ ജീവിതം നയിക്കുകയും ചെയ്തു എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. ശ്ലോകം 10 പ്രചേതസ്സുകളുടെ പുത്രപ്രാപ്തിയും മുക്തിയുമാണ് ഇവിടെ വിവരിക്കുന്നത്. അവാപ്യദക്ഷം ച സുതം കൃതാധ്വരാ പ്രചേതസോ നാരദലബ്ധയാ ധിയാ അവാപുരാനന്ദപദം തദാവിധാ ത്വമീശവാദാലയ നാദ പാഹി മാം. അവാപ്യ
ദക്ഷം ച സുതം കൃത അധ്വരാഹ പ്രചേതസ നാരദ ലബ്ധയാ ധിയാ അവാപു ആനന്ദപദം തഥാവിധ ത്വം ഈശാ വാതാലയനാഥ പാഹി മാം. പ്രചേതസഹ പ്രചേതസ്സുകൾ ദക്ഷം സുതം അവാപ്യ ദക്ഷൻ എന്ന പുത്രനെ ലഭിച്ചതിനു ശേഷം, അപ്പോൾ പത്നിയോടൊപ്പം ഒരു ദീർഘകാലം അങ്ങനെ ഒരുമിച്ച് ജീവിച്ച് അവർക്ക് ദക്ഷൻ എന്നു പേരുള്ള ഒരു പുത്രനെ ലഭിച്ചതിന് ശേഷം കൃത അധ്വരാഹ യാഗങ്ങൾ ചെയ്ത് നാരദ ലബ്ധയാ ദിയ നാരദ മഹർഷിയിൽ നിന്ന് കിട്ടിയ വിജ്ഞാനത്താൽ ആനന്ദപദം അവാപുഹു ച മോക്ഷം പ്രാപിക്കുകയും ചെയ്തു. ഈശാ ഭഗവാനെ, വാതാലയനാഥ അല്ലയോ ഗുരുവായൂരപ്പ, തഥാവിധ അപ്രകാരമുള്ള ത്വം നിന്തിരുവടി മാം പാഹി എന്നെയും രക്ഷിക്കണേ. അതായത് അവസാന കാലമായി പ്രചേതസ്സുകൾക്ക് പത്നിയോടൊപ്പം സുഖമായി ഒരുപാട് കാലം ഭൂമിയിൽ ജീവിച്ചു. അവർക്ക് ദക്ഷൻ എന്നു പേരുള്ള ഒരു പുത്രനുണ്ടായി. ദക്ഷന് യൗവനപ്രായമായപ്പോൾ ആ പുത്രനെ പത്നിയുടെ സംരക്ഷണം ഏൽപ്പിച്ച ശേഷം അവർ സന്യസിച്ചു. ബ്രഹ്മസത്രം എന്ന യാഗം ചെയ്ത് അതിൻ്റെ അവസാനത്തിൽ നാരദ മഹർഷിയിൽ നിന്നും അധ്യാത്മജ്ഞാനം ലഭിച്ച് അങ്ങനെ ഭഗവത് ഐക്യരൂപമായ മുക്തിയെ അവർ പ്രാപിക്കുകയും ചെയ്തു. അങ്ങനെയുള്ള ഗുരുവായൂരപ്പ, മേൽപ്പത്തൂര് പറയാണ്, അങ്ങ് എന്നെയും ഈ രോഗങ്ങളിൽ നിന്നൊക്കെ രക്ഷിക്കണമേ എന്ന പ്രാർത്ഥനയോടുകൂടി നമ്മുടെ 19-ാമത്തെ അധ്യായം ഇവിടെ അവസാനിക്കുകയാണ്.